അവിയലല്ലേ? കാളനും മോളിനും ഒക്കെ റെഡിയാണല്ലോ അല്ലേ? നിങ്ങൾ വിചാരിക്കും ഞാൻ വലിയ പാചകക്കാരിയാണെന്ന്. വാചകം അത്യാവശ്യം എല്ലാം കുറേശ്ശെ എനിക്കുണ്ട്. പക്ഷേ ഇതിപ്പോൾ എൻ്റെ പാചകത്തിലേക്കല്ല ഞാൻ പോകുന്നത്. ഷെഫ് അതെ, എന്തായി സെറ്റപ്പ് കഴിഞ്ഞിട്ട് ഇതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അത്ര ഈസിയാണോ കിച്ചണിലെ ഷെഫായിട്ടുള്ള ജോലി? അല്ല, അത്ര ഈസി അല്ല. ഞാൻ വല്ലപ്പോഴും കുറച്ച് ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളൂ. അതും വെജ് കുറച്ച് സാധനങ്ങളൊക്കെ എനിക്ക് അറിയുള്ളൂ. പിന്നെ മീൻ കൂട്ടാൻ വയ്ക്കും നല്ലോണം, അങ്ങനെയൊക്കെ. നമ്മളിപ്പോൾ സദ്യ എങ്ങനെയാണ്? കൊല്ലം സ്റ്റൈൽ സദ്യയാണോ അതോ? കൊല്ലം സ്റ്റൈൽ സദ്യ എല്ലാവർക്കും അത് കൊടുത്തു കഴിഞ്ഞാൽ, കാരണം മലബാറിലൊക്കെ പായസം കഴിഞ്ഞാൽ സദ്യ കഴിഞ്ഞു എന്നാണ് അർത്ഥം. നമ്മുടെ പായസം കഴിഞ്ഞാൽ സദ്യ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. പിന്നാണ് കാണാൻ അല്ല, ആദ്യം പരിപ്പും നെയ്യും പപ്പടം കൂട്ടി കഴിക്കുക, സെക്കൻഡ് കോഴ്സ് സാമ്പാറും ചോറും കൂട്ടി കഴിക്കുക, പിന്നെ അടപ്രഥമൻ, പിന്നീട് പാലടപ്രഥമൻ, അങ്ങനെ മൂന്നാമത്തെ പഴംപ്രഥമൻ വന്നതിന് ശേഷം പിന്നീട് ചോറും പുളിശ്ശേരിയും, പിന്നീട് ചോറും രസവും, അത് കഴിഞ്ഞിട്ട് പച്ചമോരും നാരങ്ങയും കൂട്ടി കഴിച്ച് തീർക്കുന്നതാണ് സദ്യ. അത് ഈ പരിപ്പിൽ തന്നെ പലയിടത്തും വ്യത്യാസം ഉണ്ടല്ലോ. ഞങ്ങൾ തൃശ്ശൂർ ഭാഗത്ത് അല്ലെങ്കിൽ മലപ്പുറം ഭാഗത്തേക്കൊക്കെ ആണെങ്കിലും പരിപ്പ് ഒരിത്തിരി പരിപ്പും നെയ്യും അതിലാണ് തുടങ്ങാം. പക്ഷേ തിരുവനന്തപുരം തെക്കോട്ട് ഭാഗത്തേക്ക് പോകുമ്പോഴും പരിപ്പ് കറിയാണ് അല്ലേ? അങ്ങനെയാണ് തുടങ്ങുന്നത്. അതായത് പരിപ്പ് മലബാർ തൃശ്ശൂർ തൊട്ട് അങ്ങോട്ട് അതൊരു തൊടുകറിയായിട്ടാണ്, ഇലയിൽ വിളമ്പാണ്. നമുക്ക് അങ്ങനെയല്ല, ചോറിനകത്ത് ഫസ്റ്റ് കോഴ്സാണത്. ചോറിനകത്ത് ആളിരുന്നതിന് ശേഷം ചൂട് പരിപ്പ്, നെയ്യും പപ്പടവും കൂട്ടി 4 ഉരുള കഴിക്കുന്നതാണ് നിർബന്ധം. ആ 4 ഉരുള കഴിച്ച് ബാക്കി വരുന്ന ചോറിന് സാമ്പാർ കഴിച്ചിട്ട് അത് മാറ്റി വെച്ചിട്ട് അടപ്രഥമനും പഴവും പപ്പടവും കൂട്ടി കഴിച്ച് പിന്നീട് പാലടപ്രഥമനും ബോളിയും കൂടെ ഉടച്ച് പിന്നീട് പരിപ്പ് പായസം കൂടെ കുടിച്ചിട്ട് ചോറും പുളിശ്ശ രസം. ഞങ്ങൾക്ക് കാളൻ നിർബന്ധമാണ്. പക്ഷെ ഇവിടെ കുറച്ചുകൂടെ ഹെവിയാണ്. തെക്കോട്ട് സദ്യ കുറച്ചുകൂടെ ഹെവിയാണ്. സദ്യക്ക് എന്താ പറയുക, സദ്യക്കാണ് ഇപ്പോൾ ഡിമാൻഡ്. ഇപ്പോൾ ഓണായതുകൊണ്ട് തീർച്ചയായിട്ടും മലയാളികൾക്ക് സദ്യ എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ഇലയ്ക്കകത്ത് ഇത്രയും വിഭവങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള സദ്യയുടെ വരും നമുക്കത് പോവാം. ഇപ്പം സദ്യക്കായിരിക്കുമല്ലോ ഇപ്പോൾ കൂടുതൽ ഡിമാൻഡ് അല്ലേ ഓണായതുകൊണ്ട്. ഇപ്പോൾ ഇവിടെ വെജിറ്റേറിയൻ ഭക്ഷണമാണ്. തൃശ്ശൂർ വരെയും വെജിറ്റേറിയൻ ഭക്ഷണം. അങ്ങോട്ട് കോഴിക്കോട് നിന്ന് അങ്ങോട്ട് പോകുമ്പോഴേക്കും മീൻ വേണം, ചിക്കൻ വേണം, ഇലയിലെല്ലാം കൊണ്ടുവയ്ക്കും. അപ്പം നിങ്ങളുടെ സദ്യ സങ്കല്പത്തിൽ അത് വരുന്നുണ്ടോ? നമ്മുടെ സദ്യ സങ്കല്പത്തിലുണ്ട്. കാരണം അത് ഓരോ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഓരോ നാടിൻ്റെ രുചിയാണ്. ഓരോ നാട്ടിനും അതിൻ്റെതായ ലോക്കലായിട്ടുള്ള ഇൻഫ്ലുവൻസ് വെച്ചിട്ടാണ് സദ്യയൊക്കെ വരിക. അപ്പോൾ അതിനകത്ത് മീൻ മലബാറിലേക്ക് പോയാൽ ഒരു ഐക്കൂറ പൊരിച്ചത് അവർക്ക് നിർബന്ധമാണ്. ഓണമായാലും വിഷുവായാലും അത് നമ്മൾ അംഗീകരിക്കുക. തെക്കോട്ട് പോയി കഴിഞ്ഞാൽ അന്ന് മീനെന്ന് പറഞ്ഞാൽ അവർക്ക് ഇത് വലിയ സംഭവമാണ്. അപ്പോൾ ഓരോ ആൾക്കാർ എവിടെ ജനിച്ചു വളർന്നു അവരുടെ രീതിക്ക് അനുസരിച്ചിട്ട് നമ്മൾ ഭക്ഷണം കൊടുക്കാന്നുള്ളതാണ്. അപ്പോൾ അതിനെ റെസ്പെക്ട് ചെയ്യുക, അതാണ് സാർ. ശരി, നമുക്ക് സർപ്രൈസ് ഗസ്റ്റ് ആണ്. ഹാപ്പി ഓണം സാർ, സന്തോഷം. യെസ്. ശ്രീ വി.ഡി. സതീശന് രാഷ്ട്രീയ ചോദ്യങ്ങളും രാഷ്ട്രീയ ഉത്തരങ്ങളും ഒന്നും പറയേണ്ടി വരില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ പല രഹസ്യങ്ങളും ഭക്ഷണവുമായി ബന്ധപ്പെട്ട രഹസ്യങ്ങളും ഞാനിവിടെ പുറത്തുവിടും. എനിക്കും കുറച്ചറിയാം. എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് ശ്രീ ഷെഫുള്ള. അദ്ദേഹത്തെ ഞാൻ ഈ രീതിയിൽ മാത്രമല്ല, ഒരു പ്രൊഫഷണലായിട്ട് മാത്രമല്ല, അല്ലാതെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു വ്യക്തി കൂടിയാണ്. ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞുള്ള വലിയ സന്തോഷം. എനിക്ക് ഇദ്ദേഹത്തിൻ്റെ കഥകൾ ഇവിടെ തേവര കോളേജിൽ പഠിച്ചപ്പം അവിടെ ഒരു മുതലാളി ഹോട്ടൽ എന്ന് പറയുന്ന ഹോട്ടലുണ്ട്. അവിടുന്ന് 4 രൂപയ്ക്ക് പൊറോട്ട ഇറച്ചിയൊക്കെ കഴിച്ചു തുടങ്ങിയ കഥകളൊക്കെ ഇദ്ദേഹത്തിൻ്റെ നമ്മൾ. അപ്പോൾ പിന്നെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത, ഇദ്ദേഹം വലിയ ഫുഡി ഒന്നുമല്ല, പക്ഷേ സൽക്കാരപ്രിയനാണ്. ഒരാൾ വീട്ടിൽ വന്ന ഞാൻ അറിയുന്ന രഹസ്യമല്ല, എനിക്കറിയാം. അത് നമ്മളെ ആളുകളെ ഒരു ബീങ് എ ഹോസ്റ്റ് എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ സംഭവം. ആര് വന്നാലും ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ആൾക്കാരെ വിട്ട് പറവൂരിൽ നിന്ന് മീൻ എത്തിക്കും, തിരുവനന്തപുരത്ത് എത്തിച്ച് അത് കുക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെയൊക്കെയുള്ള കുറേ കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട്. അതൊക്കെ പറയാമോ? തീർച്ചയായിട്ടും നമുക്ക് ഇരിക്കാം. അപ്പം ശരി, അപ്പം നമുക്ക് ഭക്ഷണ കാര്യങ്ങൾ സംസാരിക്കാമല്ലേ? കുറേ എന്താ പറയുക, ഇപ്പോൾ രാഷ്ട്രീയം കലുഷിതമാണല്ലോ, ഭയങ്കര കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. താങ്കൾ തന്നെ ഇപ്പോൾ പലതവണ ഈ വാർത്താ സമ്മേളനം നടത്തും. ഒന്ന് റിലീഫായി അല്ലേ? കുറച്ച് ദിവസം ഓണത്തിൻ്റെ സമയം വീട്ടിലുണ്ടാവും, 2-3 ദിവസം. വീട്ടിൽ 2-3 ദിവസം ഉണ്ടാവില്ല, ഓണത്തിൻ്റെ അന്ന് ഉണ്ടാവും. പക്ഷെ ഞാൻ സാധാരണ ഓണകാലങ്ങളിൽ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും എല്ലാവരെയും സന്ദർശിക്കും. പിന്നെ മണ്ഡലത്തിലെ കുറേ പ്രായമായ ആളുകൾ, അങ്ങനെ പരമാവധി ആളുകളെ കാണും. അത് അവർക്ക് വലിയ സന്തോഷമാണ്. അവർ കാത്തിരിക്കും പലരും ചെല്ലാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് സൗഹൃദങ്ങൾ പുതുക്കാനും സ്നേഹബന്ധങ്ങൾ പുതുക്കാനും ഒക്കെയുള്ള ഒരു സമയമാണ്. തീർച്ചയായിട്ടും നല്ല ഭക്ഷണവും അതോടൊപ്പം പലതരത്തിലുള്ള ഭക്ഷണമൊക്കെ കഴിക്കും. ഭക്ഷണം, താങ്കളുടെ നാട് മത്സ്യമായിട്ട് അടുത്ത് നിൽക്കുന്ന സ്ഥലമാണ്, അതുകൊണ്ട് മീൻ പ്രധാനമാണെന്ന് തോന്നുന്നു അല്ലേ? ഞാൻ കേട്ടിട്ടുള്ള ഒരുവിധം എല്ലാ രാഷ്ട്രീയ നേതാക്കൾക്കും ഫിഷ് ഭയങ്കര ഇഷ്ടമാണ്. അത് VSൻ്റെ കാര്യത്തിൽ കേട്ടിട്ടുണ്ട്, നായനാരുടെ കാര്യത്തിൽ കേട്ടിട്ടുണ്ട്. പിണറായി വിജയനും വി.ഡി. സതീശനും ഒരുപക്ഷെ ഐക്യപ്പെടാവുന്ന ഒരു സ്ഥലം അതായിരിക്കും, ഫിഷിലുള്ള താല്പര്യമായിരിക്കും. ഞങ്ങളൊക്കെ ഫിഷിൻ്റെ ആളുകളാണ്. പ്രത്യേകിച്ച് പറവൂരിലെ ഫിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കടലും കായലും തമ്മിൽ സന്ധിക്കുന്ന സ്ഥലമാണ് ഏറ്റവും നല്ല ടേസ്റ്റി ആയിട്ടുള്ള മത്സ്യം കിട്ടുന്ന സ്ഥലം. അപ്പോൾ പറവൂർ അതുണ്ട്.
അപ്പോൾ ശരിക്കും ഈ തിരുത, കാളാഞ്ചി, ചെമ്പല്ലി, വാള തുടങ്ങിയ മീൻ. പിന്നെ പറവൂരിലെ കരിമീൻ ഏറ്റവും നല്ല കരിമീനാണ്. പിന്നെ അത് കഴിഞ്ഞാൽ അതേപോലെ കരിമീൻ കിട്ടുന്ന സ്ഥലം അഷ്ടമുടിക്കായൽ മാത്രമേ. അപ്പോൾ ഈ അഷ്ടമുടിക്കായലിലാണ് മറ്റതൊക്കെ ഈ കുമരകമൊക്കെ നല്ലതാണെങ്കിലും ചെറിയ ചേറും ചൊവ്വയും ചെളിയുടെ ചൊവ്വയൊക്കെ ഉണ്ട്. ഇത് പക്കയാണ്. ഇത് ഇത്രയും സാധനങ്ങൾ പെർഫെക്റ്റാണ്. പിന്നെ അവിടെ നല്ല ഡക്ക് കിട്ടും ചില സ്ഥലങ്ങളിൽ. അപ്പോൾ ഇതെല്ലാം പ്രധാനപ്പെട്ട. അപ്പോൾ മത്സ്യത്തിൻ്റെ ഇത്. അപ്പോൾ എനിക്കാണെങ്കിൽ ഈ പല ഏരിയയിൽ ഭക്ഷണം കുക്ക് ചെയ്യുന്ന പല രീതിയിലാണ്, പല കമ്മ്യൂണിറ്റി ഭക്ഷണം കുക്ക് ചെയ്യുന്നത് പല രീതിയിലാണ്. അപ്പോൾ എല്ലാവരും ഉള്ളതുകൊണ്ട് എനിക്ക് കുക്ക് ചെയ്ത ഭക്ഷണവും കിട്ടും, കുക്ക് ചെയ്യാതെ റോ ആയിട്ട് കിട്ടും. പക്ഷേ ഉള്ള പ്രശ്നം ഈ മീൻ കഴിച്ചിട്ട് നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ പുറത്ത് പല സ്ഥലത്തും കിട്ടുന്ന മീൻ നമുക്ക് ഇഷ്ടപ്പെടും. തിരുവനന്തപുരത്തൊക്കെ ഞാൻ ആ ഒരു പ്രതിസന്ധി നേരിടുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഇവിടുന്ന് കൊണ്ടുപോകും. സാറിന് അപ്പം പല സ്ഥലങ്ങളിൽ റെസ്റ്റോറൻറ്റ്സ് ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം അവിടെ അങ്ങനെ വരുമോ? തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ ഈ മീൻ വളരെ സുലഭമായിട്ട് കിട്ടുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞു, കായലും കടലും കൂടെ ചേരുമ്പോൾ ഉണ്ടാകുന്ന രുചി, അതൊക്കെയാണ് ശ്രീലങ്കയിലൊക്കെ ഉള്ള അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടുത്തെ മത്സ്യങ്ങൾക്ക് ഒരു പ്രത്യേക രുചി തന്നെയാണ്. ഉപ്പുവെള്ളവും മറ്റേ കടൽ വെള്ളത്തും കൂടെ ചേരുന്ന സ്ഥലത്ത് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ കാളാഞ്ചി, തിരുതയുടെയൊക്കെ വൺ ഓഫ് ദ ബെസ്റ്റാണ് ഈ പറവൂർ എന്ന് പറഞ്ഞ റീജിയനിൽ. അപ്പോൾ ഈ അവിടുന്നൊക്കെ ഫ്രഷ് ഫിഷ് കഴിച്ച് വീട്ടിൽ അമ്മയോ അല്ലെങ്കിൽ വൈഫൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന മീൻകറിയൊക്കെ കഴിച്ചിട്ട് ഇവരെവിടെ പോയാലും ആ ബെഞ്ച് മാർക്ക് നമുക്ക് തൊടാൻ പറ്റില്ല. കാരണം ആ ഒരു എക്സ്പെക്റ്റേഷനാണ്. അപ്പോൾ ആ മീനിൻ്റെ ഫ്രഷ്നെസ്സിൻ്റെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി വർഷങ്ങളായിട്ട് കഴിച്ച രുചി അറിയാം. ഒരു ദിവസം ഫ്രിഡ്ജ് വെച്ച മത്സ്യം പോലും ഇവർക്ക് തിരിച്ചറിയാൻ പറ്റും. അതുകൊണ്ട് ആ ഒരു ചലഞ്ച് ഇപ്പോൾ ട്രിവാൻഡ്രത്തും ഒരുപക്ഷെ വിഴിഞ്ഞത്ത് മുതൽ കോവളത്ത് മുതൽ ഒരുപാട് മത്സ്യം, അല്ലെങ്കിൽ കന്യാകുമാരി മുതലൊക്കെ മത്സ്യം വരുന്ന സ്ഥലമാണ്. അവിടെ പോലും ഈ വേറൊരു സ്ഥലത്ത് എത്തുമ്പോൾ ഒരു ദിവസം പഴകിയ മത്സ്യം ഇവർക്ക് കിട്ടിയാൽ ഇവർക്കത് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം. ആ ഫ്രഷ്നെസ് ഇന്ന് പിടിച്ച മീൻ വിത്തിൻ ഒരു 3-4 hours കൊണ്ട് മീനിൻ്റെ ഒരു നമ്മൾ പറയുന്നത് നൊന്തു എന്നാണ് പറയുക. ആ നോവ് തട്ടാത്ത മീനെന്നാണ് പറയുക. ചീഞ്ഞെന്നല്ല, ചീഞ്ഞൊക്കെ വേറെ ഭയങ്കര ദൂരം. ചീയുക എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ്. അതിന് മുമ്പ് നോവുക എന്ന് പറയും. മീനൊന്ന് നോവുന്നതിന് മുമ്പ് കഴിച്ച ആൾക്കാരാണ് ഇവരൊക്കെ. അല്ല, അത് 100% കറക്റ്റാണ്. നമുക്ക് അത് തൊട്ട് നോക്കണ്ട, രുചിച്ച് നോക്കണ്ട. എത്ര ഭംഗിയായിട്ട് ഭയങ്കര അതൊക്കെ ഉണ്ടാവുമല്ലോ, പ്രിപ്പയർ ചെയ്ത് മുമ്പിൽ കൊണ്ടുവച്ചാലും മിനിമം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിനൊരു പഴമയുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ മനസ്സിലാവും, തിരിച്ചറിയും. ഞാൻ പിന്നെ ചോദിക്കുന്നത്, ഈ രാഷ്ട്രീയ നേതാക്കൾക്ക് ഇപ്പോൾ യാത്രയാണ്, നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ സമയം വൈകും, അപ്പോൾ സമയത്തിന് ഭക്ഷണം അത് നടക്കില്ല. ഞാൻ ചെയ്യുന്നത് രാവിലെ നന്നായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് നന്നായിട്ട് കഴിക്കും. കാരണം പിന്നെ എപ്പോൾ കിട്ടുമെന്ന് യാതൊരു ഉറപ്പുമില്ല. 3 നേരം ദോശ കിട്ടിയ ദോശ കഴിക്കുന്ന ഞാൻ ദോശയുടെ ഒരു മെയിൻ ആളാണ്. ദോശ ഭയങ്കരമായിട്ടുള്ള ഇഷ്ടമുള്ള ആളാണ് ഞാൻ. സത്യത്തിലേ ഞാൻ നല്ല ഭക്ഷണപ്രിയനാണ്. നല്ല ഭക്ഷണം അന്വേഷിച്ച് കണ്ടുപിടിച്ച് കഴിക്കുന്ന ആളാണ്. പക്ഷെ ഭക്ഷണത്തിന് ഞാനൊരു 10-20 വർഷമായിട്ട് ഭക്ഷണത്തിൻ്റെ ക്വാണ്ടിറ്റി, ചിലപ്പോൾ ഈ റെസ്റ്റോറൻ്റൊക്കെ നടത്തുന്നവർക്ക് ഇഷ്ടപ്പെടില്ല, ക്വാണ്ടിറ്റി ഭയങ്കരമായിട്ട് ഞാൻ കുറച്ചു. അതായത് ഞാൻ പകുതി വയറിലെ ഭക്ഷണം കഴിക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണമാണെങ്കിൽ പോലും, ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണമാണെങ്കിലും പോലും അത്രയും കൂടി എനിക്ക് കഴിക്കാൻ പറ്റുമ്പോൾ ഞാൻ നിർത്തും. അത് കാരണം എൻ്റെ ജോലിയുടെ പ്രത്യേകത കൊണ്ടാണ്. നിരന്തരമായ യാത്ര, ഉറക്കമില്ലായ്മ. അപ്പോൾ ഭക്ഷണം കഴിക്കണം, പക്ഷേ അത് ഓവറായിട്ട് ഭക്ഷണം നമ്മൾ കഴിക്കരുത്. പക്ഷേ നമുക്ക് വേണമെങ്കിൽ യാത്രയൊക്കെ പോകുമ്പോൾ വല്ല ലക്ഷ ട്രിപ്പോ അങ്ങനെയൊക്കെ വല്ല സമയത്തൊക്കെ പോകുന്ന സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടിയൊക്കെ കൂടുതൽ കഴിക്കാമെന്നല്ലാതെ ജനറലി ഇത് ഞാനതുകൊണ്ട് ഒരു 20 വർഷമായിട്ട് ഒരേ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണ്. അത് ഇപ്പോൾ 73 കിലോ, 73, 74. ഇതിൻ്റെ അപ്പുറത്തോട്ട് പോയില്ല. കോവിഡ് വന്നപ്പോഴാണ് താഴോട്ട് പോയുള്ളൂ. അല്ലാതെ ഇത് ഒരേപോലെ 1 കിലോ അപ്പുറത്തല്ലാതെ മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ ഇത് ഭക്ഷണത്തിൻ്റെ ഒരു കൺട്രോൾ ഉള്ളതുകൊണ്ടാണ്. പക്ഷേ നല്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതുണ്ട്. ലോകത്ത് എവിടെ പോയാലും പിന്നെ സൽക്കരിക്കാൻ ആൾക്കാരുണ്ടോ? അല്ല, അത് പ്രത്യേകിച്ച് മലബാറിൽ പോകാന്ന് പറയുന്ന വെല്ലുവിളിയാണ്. മലബാറിൽ വെല്ലുവിളിയാണ്. പണ്ട് CH മുഹമ്മദ് കോയ പറഞ്ഞിട്ടുണ്ട്, ലീഗുകാരനാകണമെങ്കിൽ സഹനശക്തി മാത്രം പോരാ, ദഹനശക്തി കൂടി വേണം. കാരണം പ്രത്യേകിച്ച് മലബാറിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ ഭയങ്കര സൽക്കാരപ്രിയരാണ്. സാറേ നിർബന്ധമായിട്ട് പറയും ഒരു കാപ്പി കുടിച്ചിട്ട് പോകുന്നത്. അപ്പം നമ്മൾ നിർബന്ധിച്ച് കയറുമ്പോൾ അല്ലല്ല ഭയങ്കര സ്പ്രെഡായിരിക്കും. ഒരു 50 ഐറ്റം ഉണ്ടാവും. അത് വെല്ലുവിളിയാണ്. മലബാറിലെ പലഹാരങ്ങൾ അവർ ഉണ്ടാക്കുന്നതിൻ്റെ സ്പീഡും സംവിധാനം, പിന്നെ നമ്മൾ കഴിച്ചാൽ അവർക്ക് കിട്ടുന്ന ഒരു തൃപ്തി എന്ന് പറയുന്നത്, നമ്മൾ കഴിക്കാതെ പോകുമ്പോഴുള്ള മുഖത്തെ വിഷമമൊക്കെ വലിയ പ്രശ്നമാണ് മലബാറിൽ പോകുമ്പോൾ. ഞാൻ പലപ്പോഴും പറയും വീടുകളിൽ പോകാതിരിക്കുക. കാരണം നമ്മൾ കുറച്ചേ കഴിക്കുള്ളൂ, അവർക്ക് ടെൻഷനാവുമെന്ന് പറയും. അപ്പോൾ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ്. എനിക്ക് തോന്നുന്നത് അത് അദ്ദേഹം നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട്. കേരളത്തിലെ ഓരോ പ്രദേശത്തിന് ഈ ഭക്ഷണം ഉണ്ടാക്കുന്നതിന് ഭൂമിശാസ്ത്രപരമായ
പ്രത്യേകതകളുണ്ട്. പിന്നെ കമ്മ്യൂണിറ്റികൾക്ക് പ്രത്യേകതയുണ്ട്, ഓരോ കമ്മ്യൂണിറ്റി. ഇപ്പം ഞാൻ എപ്പോഴും പറയും, ഈ നോർത്ത് മലബാറിൽ ചെല്ലുമ്പോൾ ഭയങ്കര വെജിറ്റേറിയൻ ഫുഡാണ്. കണ്ണൂർ തലശ്ശേരി വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കൊച്ചിയിലെ മുഴുവൻ റെസ്റ്റോറൻറ്റ് തലശ്ശേരിക്കാരാണ് കൺട്രോൾ ചെയ്യുന്നത്. തലശ്ശേരിക്കാരാണ് ലോകം മുഴുവൻ ചെയ്യണം. അവർ ബേക്കറി ഐറ്റത്തിലും റെസ്റ്റോറൻറ്റിലും ഇതാണ്. തലശ്ശേരിയിലെ ഭക്ഷണം, തലശ്ശേരിയിലെ ബിരിയാണി. കോഴിക്കോട് വരുമ്പോൾ കോഴിക്കോട് കൊച്ചിയിലെ പോലെ തന്നെ ഒരുപാട്, ഒരു മിനി ദുബായിയാണ് കോഴിക്കോട്. ഒരുപാട് അവന്യൂസ് ഉണ്ട്, ഫുഡ് ജോയിൻ്റാണ് പലതിൻ്റെ, നല്ല സ്പോട്ടുകളാണ്, നല്ല നല്ല രീതിയിലുള്ള വെറൈറ്റി ആയിട്ടുള്ള നല്ല രീതിയിലുള്ള ഭക്ഷണം കിട്ടുന്ന സ്ഥലമാണ്. തൃശ്ശൂർ വരുമ്പോൾ തൃശ്ശൂർ റോമൻ കാത്തലിക്സിൻ്റെ ഒരു സ്ഥലമാണ്. അവിടുത്തെ ചില പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പോർക്കും കൂർക്കയും കൂടി ഉണ്ടാക്കും, കോഴിയും കുമ്പളങ്ങയും കൂടി ഉണ്ടാക്കും. അത് വേറെ ഒരു സ്ഥലത്ത്. അതായത് തൃശ്ശൂർ മുതൽ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ അങ്കമാലി അല്ലെങ്കിൽ കാലടി അവിടെ ഒരു ഫുഡ് ബെൽറ്റാണ്. ഇദ്ദേഹം പറഞ്ഞ പോലെ ആ ഒരു കൾച്ചർ ക്രിസ്ത്യൻ ആയാലും ആ ഒരു ഈവൻ അവിടെ എല്ലാ കമ്മ്യൂണിറ്റി ചെറിയ വ്യത്യാസം വരിക. ഇത് ചെറിയ വ്യത്യാസം വരിക. കമ്മ്യൂണിറ്റി ആർ സിയുടെ ഇതാണ്. ആർ സിയുടെ ആ ചെയിൻ അങ്കമാലിയിൽ വരുമ്പോൾ അത് പോർക്കാണ് പ്രയോറിറ്റി ഫസ്റ്റ്. അങ്കമാലി അതുപോലെ തന്നെയാണ് ഇപ്പൊ കൂർക്കേനെ ഏറ്റവും കൂടുതൽ ഇപ്പം മലയാളികൾക്ക് പലർക്കും ഈ കൂർക്ക എന്ന് പറഞ്ഞ വെജിറ്റബിൾ പോലും അറിയില്ല. അവിടെ എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ കപ്പയൊക്കെ കഴിക്കുന്ന പോലെ കൂർക്കയിട്ട് പോക്ക്, അതുപോലെ വാഴക്കയിട്ട് ചിക്കൻ കറി, കുമ്പളങ്ങയും ചിക്കൻ കറി, കുമ്പളങ്ങയും കോഴിയും കുമ്പളങ്ങയെന്ന് പറയും. അതിങ്ങനെ വന്നിട്ട് നേരെ പാലായിലേക്ക് പോകുന്ന സമയത്ത് പാലായിൽ ഇങ്ങനെ മീൻ പറ്റിച്ചത്, പിന്നെ ബീഫ് ഒലത്തിയത്, ഇത് രണ്ടും അവരുടെ സ്പെഷ്യാലിറ്റിയാണ്. ഈ രണ്ടും നേരെ നമ്മൾ ചങ്ങനാശ്ശേരി കയറുമ്പോഴേക്കും കുട്ടനാടിൻ്റെ ഒരു ഇത് തുടങ്ങി. കാരണം ഡക്കിൻ്റെ പ്രയോറിറ്റി വന്നു. എറണാകുളത്ത് വേറെ രീതി. എറണാകുളത്ത് ലത്തീൻ കത്തോലിക്കരുടെ ഇടയിൽ വേറെ രീതിയാണ്. കരിമീൻ മപ്പാസ് ഉണ്ടാക്കും. പിന്നെ വിവാഹത്തിൻ്റെ തലേദിവസം കുടൽ കറി ഉണ്ടാക്കും ലത്തീൻ കത്തോലിക്കരുടെ. ഓരോ കമ്മ്യൂണിറ്റിക്ക് ഇപ്പം നേരത്തെ സ്മൃതി മാങ്ങാക്കറിയെ കുറിച്ച് പറഞ്ഞു. മാങ്ങാക്കറിയാണെങ്കിൽ അതിൽ മീനിടും, പക്ഷെ മീൻ കാണില്ല. ചിലപ്പോൾ അതിൽ ചിലപ്പോൾ മുള്ളു മാത്രമേ കിട്ടുള്ളൂ. അതായത് ചിലപ്പോൾ 500 പേർക്ക് കറി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 5 കിലോ മീനേ ഇടുള്ളൂ. അത് യാക്കോബൈറ്റ്സിൻ്റെ മീൻകറിയും കാത്തലിക്സിൻ്റെ മീൻകറിയും തമ്മിൽ വ്യത്യാസമുണ്ട്. മാങ്ങാക്കറിയിൽ വയസ്സ് ഭയങ്കര അല്ല അദ്ദേഹം പറഞ്ഞ ഫുഡ് നോളജ് ഇല്ലേ, ഈ പറഞ്ഞ പോലെ ഇപ്പൊ അവിടെ വന്ന് എത്തി അദ്ദേഹം ചങ്ങനാശ്ശേരി വരെ ഉള്ളൂ, പാല വരെ എത്തിയുള്ളൂ. പാല കഴിഞ്ഞ് പിന്നെ ഈ പറഞ്ഞ ഈ കൊച്ചിയിലെ കുടൽക്കറി എന്ന് പറഞ്ഞാൽ അവിടെ ആകുമ്പോൾ എല്ലും കപ്പയായിട്ട് മാറും. ഈ കല്യാണത്തിന് ഇടുക്കി ഭാഗത്ത് ഇപ്പൊ ഈ പറഞ്ഞ ഈ കോട്ടയം എന്ന് പറഞ്ഞൊരു റീജിയൻ ഉണ്ട്. അവിടെ ഈ കോടിമാത അങ്ങനെയൊക്കെയുള്ള സ്ഥലത്തെ ഒരു ക്വിസിനല്ല തിരുവല്ലയിലോട്ട് മാറി വരും. അതേപോലെ കൊച്ചി എന്ന് പറഞ്ഞ വലിയ എറണാകുളം ജില്ലയിൽ ഇപ്പോൾ പോർച്ചുഗീസ് മുതൽ ജൂയിഷ് മുതൽ ഇൻഫ്ലുവൻസ് ഉള്ള ഫോർട്ട് കൊച്ചിയിലെ ക്വിസിൻ മാറി ഈ പറഞ്ഞ അങ്കമാലി, ഇതെല്ലാം എറണാകുളം ജില്ലയെന്ന് പറയാം. അരൂർ ഭാഗത്ത് ആലപ്പുഴയുടെ ഒരു ചുവയുള്ള ഒരു ഭക്ഷണം, അത് അങ്ങനെ ഭക്ഷണം. അരൂര് ചേർത്തല സൈഡിൽ വേറെ ഒരു ഇതാണ്. അരൂര് ചേർത്തല സൈഡിൽ കിട്ടുന്ന ഫിഷ്, നല്ല ഫിഷ് കിട്ടുന്ന സ്ഥലമാണ്. അപ്പോൾ ഫിഷിൻ്റെ പ്രിപ്പറേഷൻസ് വളരെ വ്യത്യസ്തമായിട്ടുള്ള ആലപ്പുഴയുടെയും കൂടി ഒരു ഇത് വരും. ആലപ്പുഴയുടെ ഇത് വരും. കൊല്ലം പോയി കഴിയുമ്പോഴേക്കും പിന്നെ ഈ ബീച്ച് സൈഡിലുള്ള ഭക്ഷണത്തിൻ്റെ രീതി വേറെയാണ്. കാസർഗോഡേക്കൊന്നും പോയില്ല കേട്ടോ. അല്ല, കാസർഗോഡ് ഞാൻ പറഞ്ഞു. നോർത്ത് മലബാർ ഞാൻ വെജിറ്റേറിയൻ എടുത്ത് പറഞ്ഞു. പിന്നെ ഈ മലബാറിലെ മുസ്ലിം ഫുഡ് നമ്മൾ എന്തായാലും എടുത്തു പറയുന്നത്. അവരുടെ നമുക്ക് പല വീടുകളിലും അറിയാം, പല വീടുകളിലെയും സ്പെഷ്യാലിറ്റി അറിയാം. ഇപ്പം തീരപ്രദേശത്തെ ഭക്ഷണം ഉണ്ടാക്കുന്നതിന് ഇതുണ്ട്. പണ്ട് നമ്മൾ ഈ സാധനങ്ങൾ കൊണ്ടുവരുന്ന ലോറിയിലൊന്നും അല്ലല്ലോ, ഈ കെട്ടുവള്ളത്തിലെ ഭക്ഷണം ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ കഴിച്ചിട്ടുണ്ട്. വലുതായതിനു ശേഷം അധികം കഴിച്ചില്ല. കെട്ടുവള്ളത്തിലെ ഭക്ഷണം ഭയങ്കരമാണ്. കാരണം ഈ ഒരു രാത്രി മുഴുവൻ യാത്ര ചെയ്ത് ഒരു പകൽ മുഴുവൻ യാത്ര ചെയ്ത് പോകും. അതിൻ്റെ അകത്ത് തന്നെ അരകല്ലൊക്കെ ഉണ്ടാവും. അവരവിടെ നിന്ന് മീൻ പിടിച്ചിട്ട് അതിൻ്റെ അരപ്പൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഈ മാരിനേറ്റ് ചെയ്യുന്നതൊക്കെ കാണണം. മീനൊക്കെ പിടിച്ച് ചെയ്യണം. ഇനി ഞാൻ കടലിൽ പോകരുത്, ഫിഷിംഗ് ബോട്ടിൽ കടലിൽ പോകുമ്പോൾ ഫിഷിംഗ് ബോട്ടിൽ ഫിഷ് പിടിച്ച് കഴിഞ്ഞിട്ട് അവരുണ്ടാക്കുന്ന ഒരു കറിയുണ്ട്, ബോട്ട് മീൻ. അത് ഞങ്ങളുടെ മെനുവിനകത്തുണ്ട്. ബോട്ട് മീൻസ് ഫിഷ് കറി എന്നാണ് അത് ഇംഗ്ലീഷിൽ പറയുന്നത്. അതായത് മീൻ ഫ്രഷ് ആയിട്ട് പിടിക്കുന്നു, തേങ്ങയില്ല, അപ്പം മുളക് അരച്ച കറിയാണ്. അത് വൺ ഓഫ് ലൈഫിൽ ഒരു ഫുഡ് ഭക്ഷണ പ്രേമിയാണെങ്കിൽ എപ്പോഴെങ്കിലും നിങ്ങൾ നീണ്ടകരയെന്നോ പറവൂരെന്നോ അല്ലെങ്കിൽ ചെറായിന്നോ പോയിട്ട് ഈ ബോട്ടുകാരുടെ കൂടെ ഇരുന്ന് ഫ്രഷ് മീൻ കണ്ടിച്ച് കഴുകി ഒരു കറി വെച്ചിട്ട്, അന്ന് മണ്ണെണ്ണയുടെ അടുപ്പിലാണ് ഇത് ഉണ്ടാക്കുക. അപ്പോൾ ആ അടുപ്പിൽ വെച്ച് കത്തിച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുപോയിട്ട് ഉണ്ടാക്കിയിട്ട് ചോറ് ചൂടോടെ കിട്ടിയിട്ട് ഈ ജീവനുള്ള മീനെ വെട്ടി കണ്ടിച്ചിട്ടുള്ള ആ ഫ്രഷ്നെസ് നമുക്ക് ഒരിക്കലും നാട്ടിൽ ഉണ്ടാക്കുന്നതിൻ്റെ സ്പീഡോ അവരുടെ ഒരു എക്സ്പെർട്ടൈസ് എന്ന് പറഞ്ഞാൽ ഈ ഫിഷിൻ്റെ രുചി മാറുന്നത്. ഇന്നിപ്പോൾ പിടിച്ച മീൻ 1 മണിക്കൂർ കഴിയുമ്പോൾ അതിൻ്റെ രുചി മാറും, 2 മണിക്കൂർ കഴിഞ്ഞാൽ വേറെ രുചിയാണ്. ഒരു ദിവസം ഐസ് വെച്ചാൽ മാറുന്ന പോലെ
അവിടെ വെച്ച് കട്ട് ചെയ്ത് ആ അരപ്പിനകത്ത് തിളച്ച് പിന്നെ അത് തണുക്കാനൊന്നും നേരമില്ല. ആ പുളിക്കും ഇതിനും ആ കടലിൻ്റെ ആ ഒരു സമയത്തിരുന്ന് കഴിക്കുന്നത് അതൊക്കെ അറിഞ്ഞ ഒരാളാണ്. അതൊക്കെ സാമാന്യമായ അനുഭവമാണ്. സാമാന്യമായ സാമ്പാർ തന്നെയല്ലേ പല വ്യത്യാസമല്ലേ പല സ്ഥലത്തും? പാലക്കാട് സാമ്പാറല്ല തിരുവനന്തപുരത്തെ സാമ്പാർ. നിരവധി ടൈപ്പ് സാമ്പാർ, എത്ര ടൈപ്പ് സാമ്പാർ ഉണ്ടാക്കുമെന്ന് എനിക്കറിയില്ല. എന്ന് വെച്ചാൽ രാവിലെ ഇറങ്ങി നേരെ പറമ്പിലേക്ക് ഇറങ്ങും. പറമ്പിലേക്ക് ഇറങ്ങുമ്പോൾ കാണുമ്പോൾ ചേമ്പാണ് പാകമായിട്ടിരിക്കണമെങ്കിൽ ചേമ്പ് മുറിക്കും, ചേമ്പിൻ്റെ ഇതെടുക്കും, താളെടുക്കും, ചേമ്പ് വെച്ചിട്ട് സാമ്പാർ ഉണ്ടാക്കും. പിന്നെ താള്, അതിൻ്റെ തണ്ട് വെച്ചിട്ട് താള് വെച്ചിട്ട് സാമ്പാർ ഉണ്ടാക്കും. പിന്നെ നോക്കുന്നത് ചിലപ്പോൾ വാഴ കുലച്ച് നിൽക്കുകയായിരിക്കും. അപ്പോൾ വാഴ വെട്ടിയെടുക്കും. വാഴ വെട്ടിയെടുത്തിട്ട് അതിൻ്റെ കൂമ്പ് വെച്ച് കറി ഉണ്ടാക്കും, ഈ കായ വെച്ചിട്ട് സാമ്പാർ ഉണ്ടാക്കും. ഒരുപാടായിട്ട് ഉരുളക്കിഴങ്ങ് വെച്ച് സാമ്പാർ ഉണ്ടാക്കാം, തക്കാളി വെച്ച് സാമ്പാർ ഉണ്ടാക്കാം, ചെറിയ ഉള്ളി വെച്ച് സാമ്പാർ ഉണ്ടാക്കാം, സവാള വെച്ചിട്ട് സാമ്പാർ. ഇതിൻ്റെ ഒറ്റ പോയിന്റ് ഇപ്പോൾ സാറേ ഇതിൻ്റെ ഒരു ഞാൻ സാമ്പാറിനെ കുറിച്ച് ഒരു റിസർച്ചൊക്കെ നടത്തി. ഇപ്പോൾ തിരുവിതാംകൂറിലുള്ളവർക്ക് കഷ്ണങ്ങൾ നിർബന്ധമായിട്ട് വേണം. അത് തൃശ്ശൂരൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു വെജിറ്റബിളും അതിൻ്റെ ഗ്രേവിയാണ് കൂടുതൽ വേണ്ടത്. അപ്പോൾ എൻ്റെ ഒരു കണക്കിന് നമ്മുടെ കേരളത്തിൽ തന്നെ 40-ൽ പരം വ്യത്യസ്തമായ സാമ്പാറുണ്ട്. ഇപ്പോൾ തമിഴ്നാട്ടിലാണ് അതിനെ കുറച്ചുകൂടെ ബെറ്റർ. അവർക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് വെച്ചാൽ ചിന്ന വെങ്കായ സാമ്പാർ, മുള്ളങ്കി സാമ്പാർ. മുള്ളങ്കി ആണെങ്കിൽ മുള്ളങ്കി മാത്രമേ ഉണ്ടാവുള്ളൂ അതിൻ്റെ ഒരു ഫ്ലേവർ. അമരയ്ക്ക സാമ്പാറാണെങ്കിൽ അമരയ്ക്ക മാത്രമാണ്. നമുക്ക് കേരളത്തിൽ അതിന് വെണ്ടയ്ക്ക, വഴുതനങ്ങ, തക്കാളി, മത്തങ്ങ, ചേന, ചേമ്പ് എല്ലാം കൂടെ ചേർത്തിട്ട് പരിപ്പൂടെ വേവിച്ചിട്ട് കുറുകി കഷ്ണങ്ങളൊക്കെ ആയിട്ട് കഴിക്കുന്ന സാമ്പാറാണ് തെക്കൻ കേരളത്തിൽ. മലബാറിൽ ഇത്രയും വേണമെന്നില്ല. തമിഴ്നാട്ടിൽ വേറെ വ്യത്യാസമുണ്ട്. ഇഡലിക്കും ദോശയ്ക്കുമുള്ള സാമ്പാർ വേറെ, ചോറിൻ്റെ കൂടെയുള്ള സാമ്പാർ ഉടുപ്പ് മാറും. അത് ഉടുപ്പിയിലോട്ട് മാറിക്കഴിഞ്ഞാൽ ഒരല്പം സ്വീറ്റായിട്ട് വരും. അത് സാമ്പാർ മഹാരാഷ്ട്രയിൽ നിന്ന് വന്നതാണെന്നാണ് പറയുന്നത്. അതിൻ്റെ ഒരു ആ ചരിത്രം അത് കഴിഞ്ഞ് തമിഴ്നാട്ടിൽ അതിനെ ഡെവലപ്പ് ചെയ്ത് അല്ല, ആക്ച്വലി സാമ്പാറിൻ്റെ ഒരു പേര് ഒരു മഹാരാജാവിൻ്റെ പേരിൽ നിന്നാണ് ഉത്ഭവിച്ചതെന്നാണ് സാമ്പാറിനെ കുറിച്ച് റിസർച്ച് ചെയ്യുമ്പോൾ. രാഷ്ട്രീയക്കാർക്കിടയിൽ ഭക്ഷണത്തെ കുറിച്ച് സംസാരിക്കുമോ? ഞങ്ങൾ സംസാരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, യാത്രയുടെ ഇടയിലുണ്ട്. ഇപ്പോൾ ഈ വിദേശത്ത് പോകുന്നതിന് മുമ്പ് ഞാനൊരു തയ്യാറെടുപ്പ് നടക്കും. അപ്പോൾ ഞങ്ങൾ സ്ഥിരമായിട്ട് പോകുന്ന ആളുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഷാഫി, ഹൈബി, അതുപോലെ ഷാജി, സാദത്ത്, ഞങ്ങളൊരു സെറ്റ് ഉണ്ടായിരുന്നു പോകാൻ വേണ്ടി. ഷാഫി ഭക്ഷണപ്രിയനാണ്, ഞാൻ കണ്ടിട്ടുണ്ട്, പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. ഭയങ്കര ഭക്ഷണപ്രിയനാണ് ഷാഫി, ഭയങ്കര ഭക്ഷണപ്രിയനാണ്. ഷാഫിയുടെ അടുത്തൊന്നും നമുക്ക് നിൽക്കാൻ പറ്റില്ല. എനിക്കറിയാവുന്നതിൽ ഏറ്റവും നമ്പർ 1 ഭക്ഷണപ്രിയനാണ്. അപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു, പ്രാഗിനടുത്ത് ഒരു ഭയങ്കരമായ റെസ്റ്റോറൻ്റ് ഉണ്ട്, അവിടെ ഒരു ഡക്കിൻ്റെ ഒരു സ്പെഷ്യൽ സാധനം കിട്ടും എന്ന് പറഞ്ഞു. റെസ്റ്റോറൻറ്റിൻ്റെ പേര് ഓർമ്മയില്ല ഇപ്പോൾ പെട്ടെന്ന് വന്നുകൊണ്ട് എൻ്റെ മനസ്സിൽ വന്ന. അപ്പോൾ ഇവർ റെഡി എന്ന് പറഞ്ഞ്, അപ്പോൾ എനിക്കറിയാം 1.25 മണിക്കൂർ യാത്രയുണ്ട്, ഞാനത് കഴിച്ചിട്ടേ പോരുള്ളൂ തിരിച്ച്. ഞാനത് തീരുമാനിച്ച് പോയേക്കുക. അപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇവരെ അസ്വസ്ഥരാകാൻ തുടങ്ങി. അതായത് ഇവർ ഇത്രയും വേണം എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്താനും കളിയാക്കാനും ഒക്കെ തുടങ്ങി. എല്ലാം കഴിഞ്ഞ് അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര ചൂടെല്ലാവരും. ആരെങ്കിലും ഒരു ഡിഷ് കഴിക്കാൻ വേണ്ടി 1.25 മണിക്കൂർ യാത്ര ചെയ്ത് ടാക്സിയൊക്കെ എടുത്ത് വരുവാ. ഞാൻ ഒന്നും മിണ്ടില്ല. എന്നോടത് പറഞ്ഞു തന്ന ആളും ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴും എന്നോടൊരു കാര്യം പറഞ്ഞു. അവിടെ ചെന്ന് കഴിച്ചു. ഞാൻ കരുതുന്നില്ല ജീവിതത്തിൽ ഒരിക്കലും ഇനി അതുപോലെ എനിക്ക് ഡക്ക് കഴിക്കാൻ പറ്റും. സദ്യയിൽ എന്താ എങ്ങനെയാ ഇഷ്ടം? എവിടുത്തെ സദ്യ എന്നൊക്കെ ഉണ്ടോ? സദ്യയിൽ എനിക്ക് ഇഷ്ടം ഈ കൊച്ചി തൃശ്ശൂർ ഏരിയയിലുള്ള സദ്യ ഭയങ്കരമായിട്ടുള്ള ഏറ്റവും നല്ലതാണ്. അത് മലബാറിലേക്കാളിലും തിരുവനന്തപുരത്തേക്കാളിലും നല്ലത് ഈ കൊച്ചി തൃശ്ശൂർ ഏരിയയിലെ സദ്യയാണ്. കാരണം ആ സദ്യയിലുള്ള ഓരോ ഐറ്റംസും വളരെ പ്രധാനപ്പെട്ട ഇതാണ്. അത് ഇലയിലെ കാളൻ, വെറുതെ കഴിക്കും. തലേദിവസം ഉണ്ടാക്കി വെക്കണം. പിന്നെ ഈ ഭരണിയുണ്ട്, പഴയ ഭരണി. ആ ഭരണിയിൽ ഉണ്ടാക്കിയ 2-3 ദിവസമൊക്കെ അതിൻ്റെ അകത്ത് ഇരിക്കും. അതൊക്കെ കാണണമെങ്കിൽ കോട്ടയത്തൊക്കെ പോയി കഴിഞ്ഞാൽ പഴയ കല്യാണത്തിന് ഈ മീൻകറിയൊക്കെ പണ്ട് ഈ പറ്റിച്ചെന്ന് പറഞ്ഞില്ലേ, അത് പാലയിലൊക്കെ അവർ വലിയ കറിച്ചട്ടിക്കകത്ത് പറ്റിച്ചിട്ട് ഉറിക്കകത്ത് കെട്ടി അന്നത്തെ ഒരു ഫെർമെൻറ്റ് അതൊക്കെ കണ്ടിട്ടില്ല. ആ ഒരു ഫെർമെൻറ്റ് ചെയ്ത് നെക്സ്റ്റ് ഡേയിൽ വരുന്നത് ഈ പഴയ ഭരണി എന്നൊക്കെ പറയുമ്പോൾ എനിക്കതാണ് പറഞ്ഞത്. അവരിങ്ങനെ ഉറിക്കകത്ത് ഒരെണ്ണം കെട്ടി അതിൻ്റെ മേലെ വെച്ച് വാഴയില മാത്രമാണ്, അല്ലെ വെള്ള തുണി വെച്ച് കെട്ടി. വെള്ളത്തുണി. ഇപ്പം എൻ്റെ അമ്മയൊക്കെ സമ്മറിലെ മെയിൻ പരിപാടി മാങ്ങ പുളി, മാങ്ങ കറി ഉണ്ടാക്കാൻ വേണ്ടി, പിന്നെ നെല്ലിക്ക ഇത് ചെയ്യും, അമ്പഴങ്ങ എന്ന് പറഞ്ഞാൽ സാമാന്യമായി. പിന്നെ മാങ്ങയുടെ തൊലി മാത്രം ചെത്തിയിട്ട് അത് തൈരിൽ മുക്കിയിട്ട് ഉണക്കി വെച്ചിട്ട് ഇതെല്ലാം ശേഖരിച്ച് ഓരോ ഭരണിയിലായിട്ട് വയ്ക്കും. കാരണം ഈ മൺസൂൺ എന്ന് പറയുന്ന ക്ഷാമകാലം, ഈ പറയുന്ന സാധനങ്ങളൊന്നും കിട്ടാത്ത സംഭവം. അപ്പോൾ ഇതൊക്കെ വെച്ച് മാനേജ് ചെയ്യും. തിരുവോണമായിട്ട് 2 പേർക്കൂടെ ഒരു സദ്യ തരാമെന്നും പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് വന്നിട്ട് കഥകൾ മൊത്തം കേട്ടു. ഇനി നമുക്കൊരു സദ്യ കഴിക്കാം. എവിടുത്തെ സദ്യയാണത്? ഇതൊരു മിക്സാണ്. ഇതേ പരിപ്പും നെയ്യും പപ്പടവും കൂട്ടി ഞങ്ങൾ കഴിച്ച് തുടങ്ങുകയാണ്. അപ്പോൾ തിരുവോണത്തിന് ഇദ്ദേഹത്തിൻ്റെ കൂടെ സ്മൃതി മേഡത്തിനെ കൂടെ കിട്ടി. ഞങ്ങളുടെ റെസ്റ്റോറൻറ്റ്സ് നാളെ ആക്ച്വലി ഓപ്പണിങ്ങിൻ്റെ ഒരു ദിവസം തന്നെ ഇവരെ കൊണ്ടുവരികയും
ഒരു ചെറിയൊരു സദ്യയെ കൊടുത്ത് കുറേ കഥകൾ, ഭക്ഷണത്തിൻ്റെ കഥകൾ കേട്ടതാണ്. വേറെ പൊളിറ്റിക്സിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കേൾക്കാമെന്നൊക്കെ പറഞ്ഞ് വിചാരിച്ച് വന്നതെങ്കിലും നമ്മളെയൊക്കെ ഞെട്ടിച്ച്, ഞങ്ങൾ രണ്ടുപേർക്കും ഒന്നും മിണ്ടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എല്ലാ റിപ്പോർട്ടർ ചാനലിലെ മലയാളികളായ എല്ലാ പ്രേക്ഷകർക്കും ഗംഭീരമായ ഒരു ഓണാശംസകൾ ഞങ്ങൾ നേരുകയാണ്. സാറിൻ്റെ വകയായിട്ടുള്ള ഒരു ഓണാശംസകൾ പറയാം. അത് കഴിഞ്ഞ് സ്മൃതിയെ കൊണ്ട് പറയാം. നമ്മൾ സാധാരണ ഞാനും ഈ ഭക്ഷണത്തെക്കുറിച്ച് പറയേണ്ടി വരുമെന്ന് പ്രതീക്ഷിച്ചല്ലേ വന്നത്, പക്ഷേ ഭക്ഷണത്തെക്കുറിച്ചാണ് പറഞ്ഞത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭക്ഷണം നമ്മുടെ സംസ്കാരത്തിൻ്റെ കൂടെ ഭാഗമാണ്. ഇപ്പോൾ ഭക്ഷണ കാര്യത്തിൽ മലയാളി എല്ലാവരും അഭിമാനത്തോടു കൂടി പറയുന്ന പേരാണ് ഷെഫ് പിള്ള എന്നുള്ള പേര്. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ഓണത്തിൻ്റെ അന്ന് ഉച്ചയ്ക്ക് ഭക്ഷണത്തെക്കുറിച്ച് ഒരുപാട് സംസാരിക്കാൻ അദ്ദേഹം എത്രമാത്രം അറിവാണ് എനിക്ക് ഈ കാര്യത്തെക്കുറിച്ച് ഞങ്ങൾക്കെല്ലാം പകർന്നു തന്നത്. അദ്ദേഹത്തോടൊപ്പം നിന്ന്, അദ്ദേഹത്തിൻ്റെ ലാളിത്യത്തോടൊപ്പം നിന്ന് തന്നെ ഈ തിരുവോണം ആഘോഷിക്കാൻ കഴിഞ്ഞുള്ള സന്തോഷം, അതിന് വേദി ഒരുക്കി തന്ന റിപ്പോർട്ടർ ചാനലിനോടും സ്മൃതിയോടും ദീർഘകാല സുഹൃത്താണ് ഞാൻ പ്രത്യേകമായി നന്ദി പറയുന്നു. റിപ്പോർട്ടർ TV എല്ലാ പ്രേക്ഷകർക്കും ഊഷ്മളമായ തിരുവോണ ആശംസകൾ നേരുന്നു. ഞാനൊരു കാര്യം പറയാം. ഞാൻ ഈ ഓണത്തിന് ഭക്ഷണം, നിങ്ങളുടെ ഇഷ്ട ഭക്ഷണം എന്താണെന്നും ഷെഫ് പിള്ളയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യം അറിയാം, സദ്യയുടെ വിശേഷങ്ങൾ അറിയാം. അപ്പോൾ ഇതൊക്കെ ചോദിച്ചറിയാനാണ് ഞാൻ വന്നത്. അപ്പോൾ ഇവിടെ ഭക്ഷണത്തെക്കുറിച്ചുള്ള ഒരു എന്താ പറയാ, ഒരു നിഘണ്ടു, നമുക്കറിയാത്ത കാര്യങ്ങൾ പുറത്തെ ഭക്ഷണവും ഇവിടുത്തെ ഭക്ഷണവും എന്താ ഭക്ഷണത്തിന്റെ എല്ലാ എന്താ പറയാ. ഇദ്ദേഹം ചെക്ക് റിപ്പബ്ലിക്കിലെ പ്രയാഗിലെ റെസ്റ്റോറൻറ്റിലെ ഡക്ക് സ്ലോ കുക്ക് ചെയ്ത ഡക്കിന്റെ റെസിപ്പിയൊക്കെ പറയുന്നത് നമ്മൾ ഓണത്തിന് വിചാരിച്ചില്ല. അത് വേറെ എന്തല്ല, ഞാൻ വിചാരിച്ചു ഇന്ത്യയിലെ വല്ല റെസ്റ്റോറൻറ്റ് പോയി അല്ല വല്ല കോൺഗ്രസിന്റെ പ്രവർത്തനമായിട്ട് ഡൽഹിയിലെ വല്ല കരീംസൊക്കെ പറഞ്ഞ പോലെ ഒക്കെ ആയിരിക്കും. ഇത് ഒരിക്കലും ഈസ്റ്റേൺ യൂറോപ്പിലെയും അവിടുത്തെയൊക്കെ റെസ്റ്റോറൻറ്റിലെ ഡക്കും സ്ലോ കുക്ക് ചെയ്ത ബീഫും മീറ്റിനെ കുറിച്ചൊക്കെ ഇന്ന് പറഞ്ഞ് നമുക്ക് ഞെട്ടിക്കുമെന്ന് വിചാരിച്ചതേ ഇല്ല. സോ ഫൈനലി ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു അവസരം തന്ന റിപ്പോർട്ടർ നമ്മുടെ പ്രേക്ഷകർക്ക് നിങ്ങളുടെ ഓണാശംസകൾ. ഞാൻ ആഗ്രഹിച്ചതിലും വളരെ ഗംഭീരമായിട്ട് രണ്ടുപേരും ഭക്ഷണത്തെക്കുറിച്ച് വാചാലരായി. പ്രേക്ഷകർക്ക് നല്ല സന്തോഷമായിട്ടുണ്ട്. കാരണം ഓരോന്ന് ഉണ്ടാക്കണ വിധവും കഴിച്ച ഭക്ഷണങ്ങളെക്കുറിച്ചും കുറേ ആൾക്കാർക്ക് അത് എന്താ പറയുക, അവരെ ചെറുപ്പത്തിൽ കഴിച്ച കാര്യങ്ങളൊക്കെ ആയിരിക്കും. സാർ ഇപ്പോൾ ചെറുപ്പത്തിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേൾക്കാൻ പറ്റിയ വലിയ സന്തോഷത്തിൻ്റെ കാര്യമാണ്. എല്ലാവർക്കും ഹാപ്പി ഓണം. താങ്ക് യു. ഞങ്ങൾ ഒരുമിച്ച് ഒരു പപ്പടം ഇട്ട് പൊട്ടിക്കാൻ പോവാണ്. വെച്ചോ, ചിയേഴ്സ് പറയുന്നതിന് തുല്യമായിട്ട് പപ്പടം പൊട്ടിക്കാണ്. യെസ്. താങ്ക് യു. ഹാപ്പി ഓണം. ഹാപ്പി ഓണം.